ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം ഞാനത് ചെയ്യുള്ളൂ. കാരണം ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വരുന്നതാണ്. ഗ്ലാമറസ് ആയിട്ടുള്ള. എല്ലാവർക്കും നമസ്കാരം. ശ്രീലക്ഷ്മി എന്ന് പറയുന്ന റീസെന്റ് ആരാധകയായി മാറിയ ഒരു ആക്ട്രസ്. ആരാധി എല്ലാവർക്കും അറിയാമായിരിക്കും. സാരി എന്ന് പറയുന്ന ഒരു മൂവിയിൽ അഭിനയിച്ചാണ്. ഇപ്പോൾ അത്യാവശ്യം കോൺട്രവേഴ്സിയും കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കുകയാണ്. അതിനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും വേറെ ഒന്നുമില്ല, നമ്മുടെ റാം ഗോപാൽ വർമ്മ എന്ന് പറയുന്ന ഡയറക്ടറുമായിട്ടുള്ള ആ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അത്യാവശ്യം ഇപ്പോൾ ഒരു നല്ല കോൺട്രവേഴ്സിയിൽ നിൽക്കുന്നത്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് ഞാൻ പറയാം, കുട്ടികൾ ഈ വീഡിയോ കാണണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം കുറച്ച് ക്ലിപ്പുകൾ ഞാൻ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിന് മുന്നേ ഉള്ള വീഡിയോയും ഇതിന് ശേഷം വരുന്ന വീഡിയോസ് ഒക്കെ കാണാനുള്ള അവസരമുണ്ട്. എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് ആരാധ്യയിലോട്ട് വരാം. ആരാണ് ആരാധ്യ? ഒന്നുമില്ലായ്മയിൽ നിന്നും ഇന്നൊരു ആക്ട്രസ് ആയി മാറി. പക്ഷെ മാറിയത് അങ്ങനെ അങ്ങോട്ട് വെടിപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ റീസൺ ഞാൻ പറയാം. ആരാധ്യയുടെ 1-2 വീഡിയോ ക്ലിപ്പ് ഞാൻ ആദ്യം ഒന്ന് കൊടുക്കാം. അതിപ്പോ എവിടെയാണല്ലോ സോഷ്യൽ മീഡിയയിൽ, അതിപ്പം ഞാനെന്നല്ല ആരാണെങ്കിലും നെഗറ്റീവ് പോസിറ്റീവ് വരുമല്ലോ. കാര്യാക്കാറില്ല. അത് ശരിക്കും ഒരു എനിക്ക് നമ്മുടെ ഒന്നും കൂടി വശീകരിക്കാനുള്ള എന്തെങ്കിലും ആണെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആരും ലൈഫിനെ പറ്റി സീരിയസ് അല്ല. എല്ലാവരും വെറുതെ ഇൻസ്റ്റഗ്രാമിൽ വരുന്നു, ചുമ്മാ ഒരു നേരം പോക്കിന്റെ കമന്റ് ഇടുന്നു. അല്ലാണ്ട് ഇന്ന വ്യക്തി എനിക്ക് ഹേർട്ട് ചെയ്യണം, എനിക്ക് അവർ ഇങ്ങനെ ഇരിക്കുമല്ല, എനിക്ക് ഹേർട്ട് ചെയ്യണം. ആരും ഒരാളുടെ ലൈഫിനെ പറ്റി സീരിയസ് അല്ല. അവരുടെ ലൈഫ് പോയിട്ട് മൂവ് ഓൺ ചെയ്യുന്നു. നമ്മളപ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കുമ്പോഴാണ് ഇത് പ്രോബ്ലം ആവുന്നത്. വരുന്ന പള്ളുവിളികളെല്ലാം അല്ലെങ്കിൽ ചീത്തവിളികളും കളിയാക്കലും പരിഹാസങ്ങളും എല്ലാം നമ്മൾ കളിയായിട്ട് എടുക്കണമെന്നാണ് ഇവിടെ ആരാധ്യ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതൊന്നും നെവർ മൈൻഡ് ചെയ്യാതിരിക്കുക, നല്ലതാണ്. പക്ഷേ ചില സമയങ്ങൾ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങൾ പിന്നെ മാറ്റി പറയുമ്പോൾ ഉളുപ്പില്ലാത്തവർ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ വരും. അത് സ്വാഭാവികമാണ്. അപ്പോഴ് വന്നിട്ട് നമ്മൾ ന്യായീകരണം പറയും, അതെന്റെ അറിവില്ലാത്ത പ്രായത്തിൽ ഞാൻ പറഞ്ഞതാണ്. ആ ഒരു രീതിയിൽ ചില പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടി നോക്കുമ്പോൾ അടിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിൽ പേഴ്സണലി ഞാൻ പറയാമല്ലോ, ആരാധ്യ നല്ല ക്യൂട്ടാണ് കാണാൻ. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള പരിപാടിയൊന്നും അല്ല കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിനക്കെന്താണ് അവരെന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടാ നിനക്കെന്ത് ചൊറിയണത് എന്ന് ചോദിക്കും. എനിക്ക് ചൊറിയാനൊന്നുമില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറയാതിരിക്കാനും പറ്റത്തില്ല. നമുക്ക് എന്തായാലും ഒരു വീഡിയോ കൂടെ കാണാം. ഓക്കെ, നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഗ്ലാമറസ് ആയിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള രീതിയിലും ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ പറയുന്ന രീതിയിലൊക്കെ അഭിനയിക്കുക, ജീവിക്കുക, എന്താന്ന് വെച്ചാൽ ചെയ്യുക. പക്ഷെ ഒരു പബ്ലിക്കിൽ 10 ആള് കൂടുന്ന സ്ഥലത്ത് വരുന്ന സമയത്ത് ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കാൻ പഠിക്കണം. അതുപോലെ സാരി എന്ന് പറയുന്ന ഒരു ഡ്രസ്സിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. നമ്മൾ അതിന് ഒരുമാതിരി വൾഗാരിറ്റി നിറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ശരീരത്തിൽ മറച്ചു വെക്കേണ്ട ഭാഗങ്ങൾ എക്സ്പോസ് ചെയ്തും കൊണ്ടുള്ള രീതിയിൽ ഡ്രസ്സ് ധരിച്ച് പബ്ലിക്കിനിടയിൽ വരുന്നത് എനിക്ക് 1% പോലും യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കണം. ഇപ്പൊ ആരാധ്യ ഇവിടെ വന്നത് 10 ആളെ ശ്രദ്ധിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഈ ഒരു വിഷയം വൈറലായി, വീഡിയോസും റീൽസും എല്ലാം വൈറലാവുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ശരീരം എക്സ്പോസീവ് ആയിട്ട് കാണിക്കുന്നത് കൊണ്ടാണ് വൈറലാവുന്നത്. ഒരു സമയത്ത് ആരാധ്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഗ്ലാമറസ് ആയിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, ഞാൻ നന്മമരമാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഗ്ലാമറസ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതോ ചെയ്യാത്തതോ അല്ല തെറ്റ്. അത് ആ സ്ക്രീൻ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം. മറിച്ച് 10 ആള് കൂടുന്ന സമയത്ത് വരുമ്പോൾ മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കേണ്ട ഒരു ബോധം നമുക്ക് സ്വയമേ ഉണ്ടാവണം. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആരാധ്യ ഇവിടെ വന്നിട്ടുള്ള വേഷങ്ങൾ കണ്ടിട്ട് സത്യം പറയാലോ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. അതുപോലെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഈ ഒരു വീഡിയോ ആരാധ്യ പ്രൊമോഷൻ ബേസിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ടുള്ള വീഡിയോ 10 ആളുടെ മുന്നേ കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റുമോ? ഇല്ല. ടിവിയിൽ ഒരു പ്രോഗ്രാം പോലെ ഇടുന്ന സമയത്ത് ആരാധ്യ ഈ ഒരു കോലത്തിലാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ച് നോക്ക്, അപ്പൊ പിടികിട്ടും. പിന്നെ വേറൊരു വ്യക്തിയെ കുറിച്ചിട്ടും ഇവിടെ നമുക്ക് പറയാനുണ്ട്, അതിലോട്ട് നമുക്ക് വരാം. അതിനു മുന്നേ ഈ ഗ്ലാമറസ് ആയിട്ടുള്ള വേഷങ്ങൾ ഞാൻ ധരിക്കാറില്ല, ഞാൻ ആ രീതിയിലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ആരാധ്യയുടെ പഴയൊരു ഇന്റർവ്യൂ നമുക്ക് നോക്കാം. ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം ഞാനത് ചെയ്യുള്ളൂ. കാരണം ഞാൻ അങ്ങനെ ഒരു
സ്ഥലത്തുനിന്ന് വരുന്നതാണ്. ഗ്ലാമറസ് ആയിട്ടുള്ള ഒന്നും ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അത് തുറന്നു തന്നെ സാറിനോട് പറഞ്ഞു. അതെ, ഗ്ലാമറസ് ആയിട്ടുള്ളതൊന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ അങ്ങനെയുള്ള സ്ഥലം ഏത് സ്ഥലമാണ് എനിക്ക് ആരാധ്യം അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ഏതാണ് ആ സ്ഥലം? അങ്ങനെയുള്ള സ്ഥലം. അങ്ങനെയൊക്കെ സ്ഥലമുണ്ട്. സി, നിങ്ങൾ ഈ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത് മാന്യമായ വേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ധരിച്ചിട്ടാണ് അല്ലെ? ഓപ്പൺ ആയിട്ട് ചോദിക്കാം, ആണ്. എന്നാൽ ആ ഒരു പ്രൊമോഷൻ ബേസിലും മറ്റൊരു ഇന്റർവ്യൂവിൽ നിങ്ങളെ കണ്ടത് എനിക്ക് അത്ര ഫെയർ ആയിട്ട് തോന്നിയില്ല. ശരീരത്തിൽ സ്ത്രീകൾ മറച്ചു വെക്കേണ്ട ശരീരഭാഗങ്ങളെ എക്സ്പോസീവായിട്ട് കാണിച്ചുകൊണ്ട് 10 ആളുടെ ഇടയിൽ വന്നിരുന്ന് മീഡിയയിൽ വന്നിരിക്കുന്നത് എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് അല്ലടേ. ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. എന്റെ പേരിൽ എന്നെ അമ്മാവനെന്ന് വിളിച്ചാലും എനിക്കൊരു തേങ്ങയില്ല. ഞാൻ ഉള്ള കാര്യം പറയും. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട്, സർ എനിക്കിപ്പോ ഒരു 22 വയസ്സാണുള്ളത്. ആൻഡ് ഞാൻ വളരെ റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഈ ഷൂട്ട് ചെയ്തപ്പോ തന്നെ എനിക്ക് ഒരുപാട് പോസിറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവിന്റെ കൂടെ തന്നെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് വരുന്നുണ്ട്. അത് ഫ്രം ഫാമിലിന്നായിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ. എല്ലാവരും അതിനെ ഒരു പോസിറ്റീവ് വന്നാൽ കൂടെ, എന്തൊരു കാര്യത്തിനാണെങ്കിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ. അപ്പൊ ആളുകൾ പറയുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം ഞാനത് ചെയ്യുള്ളൂ. കാരണം ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വരുന്നതാണ്. ഈ അങ്ങനെയുള്ള സ്ഥലം എന്ന് ആരാധ്യ പറയുന്നതിൽ എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ഇത് ഏതാണ് അങ്ങനെയുള്ള സ്ഥലം? റൂറൽ ഏരിയ എന്നാണ് വരുന്നതെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നാണ് വരുന്നതെന്ന് ഇടക്കിടക്ക് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് വന്നിട്ടാണോ ഇപ്പൊ ഇത്രയും ഗ്ലാമറസ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും എക്സ്പോസീവ് ആയിട്ട് ഉള്ള രീതിയിലേക്ക് ആരാധ്യ മാറിയതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സി, കാണുമ്പോൾ ഞരമ്പന്മാർക്ക് കുരുപൊട്ടും, അതുപോലെ ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഏറ്റെടുക്കും, റീൽസ് ഒരുപാട് റീച്ച് പോകും. പക്ഷെ നമുക്ക് സ്വയമേ നമ്മൾ വിലയിരുത്തി ഒരു മാന്യതയോടെ പോകണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ 10 ആള് കാണുന്ന സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനത്തെ രീതിയിൽ വരുന്നത് എന്തുവാടേ? എനിക്കത് എന്തോ ഒരു ഇറിറ്റേറ്റിംഗ് ഫീൽ ആണ് തോന്നുന്നത്. സി, ഉടുത്തിരുന്ന സാരി നേരെ ചൊവ്വ ഉടുത്തിരുന്നെങ്കിൽ എന്ത് ക്യൂട്ടായിരിക്കുമായിരുന്നു കാണാൻ. അത് ചിന്തിച്ചിട്ടുണ്ടോ? പകരം ശരീരത്തിൽ മറച്ചു വെക്കാൻ ഭാഗങ്ങളെ എക്സ്പോസീവ് ആക്കിയിട്ട് അതുവഴി ഒരു റീച്ചും അതുവഴി കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ള ഈ ഒരു വകുപ്പ് സാധനം എനിക്ക് പേഴ്സണൽ ഒരു തരത്തിൽ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ആരാധ്യ എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും ഇന്റർവ്യൂ കേൾക്കാം. എനിക്ക് സഡൻ ആയിട്ട് എനിക്ക് ഗ്ലാമറസ് ആയിട്ടുള്ള ഒന്നും ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അത് തുറന്നു തന്നെ സാറിനോട് പറഞ്ഞു. സാർ, ഞാൻ കംഫർട്ടബിൾ സാരിയിലാണ്. ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് മനസ്സിലായി, ഇറ്റ്സ് ഓക്കെ എന്ന് സാർ തന്നെ പറഞ്ഞു. അതായത് സഡൻ ആയിട്ട് ഗ്ലാമറസിലോട്ടുള്ള ഷൂട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ ഓക്കെ ആയിട്ടുള്ളത് സാരിയിലാണ്. അതുകൊണ്ട് സാരിയിൽ തന്നെ എക്സ്പോസീവ് ആയിട്ട് ഞാൻ ഇനി അഭിനയിച്ചോളാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് ആരാധ്യം മാറുകയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അഭിനയിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതിലൊന്നും നമുക്ക് ഒരു രീതിയിൽ കൈ കടത്തേണ്ട റൈറ്റ്സ് ഒന്നും നമുക്കില്ല. നിങ്ങൾ അഭിനയിച്ചോ. പക്ഷേ 10 ആള് കൂടുന്ന സ്ഥലത്ത് വരുമ്പോൾ മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കേണ്ട ഒരു സ്വയമേയുള്ള ബോധം നമുക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അതത്ര ഓക്കെ ആയിട്ടും ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമില്ല. നമ്മൾ അമേരിക്ക സ്റ്റൈൽ ഇങ്ങോട്ട് അത്രയ്ക്ക് പെട്ടെന്നൊന്നും പിടിച്ചോണ്ട് വരണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ 2050 ആകുമ്പോൾ ഇവിടുത്തെ രീതിയൊക്കെ മാറും. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ ആകും. അന്നൊക്കെ നമ്മളെ പോലെയുള്ള അമ്മാവൻ മൈൻഡുള്ളവന്മാരൊക്കെ ചിലപ്പോൾ തീർന്നേക്കാം. അതുകൊണ്ട് ചിലപ്പോൾ 2050 ആകുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മൈൻഡ് സെറ്റിലോട്ടാവും. പക്ഷേ സാരി എന്ന് പറയുന്ന ഡ്രസ്സ് ഉടുക്കുന്നതിന് ഒരു രീതിയുണ്ട്. ആ രീതിയും കൂടി നാണം കെടുത്തിക്കൊണ്ടുള്ള ഇമാതിരി ഡ്രസ്സിംഗ് സ്റ്റൈൽ കീപ്പ് ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ബാക്കി രാം ഗോപാൽ വർമ്മ ഇങ്ങനെ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഒരുപാട് പേര് വിമനൈസർ ആണ്, അതാണ്. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. ഞാൻ നോക്കുന്നത് ഒരു വ്യക്തി എനിക്ക് തരുന്ന റെസ്പെക്ട്, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്. അദ്ദേഹം എനിക്ക് തരുന്ന റെസ്പെക്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നത്. എന്നോട് വളരെ ഒഫീഷ്യലായി എന്താ പറയാ, ഈ ഒരു മൊമെന്റ് വരെ അദ്ദേഹം വളരെ ഒഫീഷ്യലായി, അതായത് ചോദിക്കുന്ന ആക്ടിങ് ആദ്യം എന്നോട് ചോദിച്ചത് ആക്ടിങ് ഇഷ്ടമാണോ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അതെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോഴും അദ്ദേഹം നമ്മുടെ കംഫർട്ടാണ് നോക്കി ചോദിച്ചത്. അദ്ദേഹം ഇങ്ങോട്ടേക്കാണ് ചോദിച്ചത്, ആർ ഈ കംഫർട്ടബിൾ, ഏതിലാണ് എന്നോട് കംഫർട്ടബിൾ ഇങ്ങോട്ടാണ് ചോദിച്ചത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് സാർ രണ്ടിനാണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ ഒരു കംഫർട്ട് നോക്കിയാണ് സാർ ഇതുവരെയും നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഘട്ടത്തില് മഞ്ഞ സാരിയായിരുന്നു വൈറലായത്. രണ്ടാമത്തെ ഘട്ടത്തില് രാംഗോപാൽ വർമ്മ ഇത് ഷെയർ ചെയ്തെന്നുള്ളതാണ്. മൂന്നാമത്തെ ചർച്ച എന്ന് പറയുന്നത് രാംഗോപാൽ വർമ്മയാണ് ഇത് ഷെയർ ചെയ്തെന്നുള്ളതായിരുന്നു ചർച്ച. ഈ മൂന്നാമത്തെ ചർച്ചയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഈ ശ്രീലക്ഷ്മി എങ്ങനെയാണ് ആരാധ്യയായത്? അതൊരു കഥ. അതായത് ശ്രീലക്ഷ്മി സാരിയിലുള്ള ഒരു റീൽ എങ്ങാണ്ട് ഇടുന്നുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം വൈറലാവുന്നുണ്ട്. അത് വൈറലായതോടെ രാം ഗോപാൽ എന്ന വ്യക്തി, അതായത് ഡയറക്ടർ ആയിട്ടുള്ള വ്യക്തി, ഈ ഷെയർ ചെയ്തിട്ട് ആരാണ് ഈ പെൺകുട്ടി എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് കണ്ടെത്തുന്നു. അതിനുശേഷം ഈ കുട്ടി അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കുന്നു. സാരി എന്ന് പറയുന്ന ഒരു മൂവിയിൽ അഭിനയിക്കുന്നു. സിനിമയുടെ പേര് തന്നെ സാരി എന്നാക്കി. അങ്ങനത്തെ ഒരു മൂവിയിൽ അഭിനയിക്കുന്നുണ്ട്. അതിന്റെ ട്രെയിലറും പാട്ടും ഞാൻ കണ്ടായിരുന്നു കേട്ടാ.
സൂപ്പർ, നല്ല അടിപൊളി അണ്ണൻ കലക്കി എന്നെല്ലാം പറയും. ഈ രാം ഗോപാൽ അറിയാത്ത കുറച്ച് പേരെങ്കിലും കാണും. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വുമണൈസർ എന്ന് പറയുന്ന ഒരു പേരും കാര്യങ്ങളൊക്കെ നാട്ടുകാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും നീറ്റായ അദ്ദേഹത്തിന് എന്തിനാണ് നാട്ടുകാർ അങ്ങനെ വിളിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും പറയുന്ന ഡയറക്ടറിനെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, കണ്ടു നോക്കാം. എന്റെ നെറ്റിയിൽ വരച്ച വര എവിടെയെങ്കിലും ഒക്കെ വരച്ചാൽ മതിയായിരുന്ന. ഓ സോറി, ടോപ്പിക് ഇത് തെന്നി മാറി. നമുക്ക് അടുത്തൊരു വീഡിയോ കൂടി കാണാം. ఒక సెకండ్ ముందు పెడతాం. അണ്ണാ നിങ്ങള് വീരനായിരുന്നല്ലേ? ആ സൂപ്പറാ. ഇതാണ് റാം വേണം, ഗോപാൽ വേണം. അദ്ദേഹം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാനൊരു ഇൻട്രോഡക്ഷൻ കൊടുത്തതാണ്. ഇൻട്രോയിൽ തന്നെ നിങ്ങൾ എല്ലാവരും ഞെട്ടിയില്ലേ, കാര്യം ധരിച്ചില്ലേ? ആള് വേറെ ലെവലാണ്. ഇദ്ദേഹമാണ് ഈ ആരാധ്യയെ ഈ ലെവലിൽ എത്തിച്ചിട്ടുള്ളത്. അതായത് ഗ്ലാമറസ് ഒന്നും അഭിനയിക്കാൻ താല്പര്യമില്ലാത്ത ആരാധ്യയെ ഇന്ന് ഗ്ലാമറസ് ഫോട്ടോഷൂട്ടിലോട്ട് വരെ എത്തിച്ച്, അല്ലെങ്കിൽ ഗ്ലാമറസ് ആയിട്ടുള്ള മൂവിയിൽ വരെ എത്തിച്ച ഡയറക്ടറാണ് ഇദ്ദേഹം. എന്തായാലും അതൊരു ഡയറക്ടറിന്റെ ബ്രില്യൻസ് ആയിട്ട് നമ്മൾ അങ്ങ് കണക്കിലാക്കണം. അല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല, അങ്ങ് ആക്കിക്കോണം. എന്തായാലും ആരാധ്യ പഴയ ഇന്റർവ്യൂ തുറക്കട്ടെ. അതാണ് കൂടുതൽ പേര് നിങ്ങളെ കുറിച്ചുള്ള ആശങ്ക പങ്കുവെക്കുന്നത്. അപ്പം വീണ്ടും വീണ്ടും ഷെയർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയ പുള്ളിയെ വിമർശിക്കുന്നത്. ആ വിമർശനത്തെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കി കാണുന്നുണ്ട്. ഈ വിമർശകരോട് പറയാനുള്ള മറുപടി എന്താ? അതായത് ഇവിടെ ആർക്കും അറിയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമിഷൻ ചോദിച്ചിട്ടാണ് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അദ്ദേഹം എന്നോട് ഫസ്റ്റ് ആ വൈറ്റ് സാരിയുള്ള റീല് പോസ്റ്റ് ചെയ്യുന്നിട്ട് എന്നോട് ചോദിച്ചു, ക്യാൻ ഐ പോസ്റ്റ് ദിസ് എന്ന് ചോദിച്ചു. അതിനൊക്കെ എത്രയും വലിയൊരു ഡയറക്ടർ എന്നോട് ചോദിക്കുകയാണ് ഞാൻ ഇത് പോസ്റ്റ് ചെയ്തോട്ടെ എന്നുള്ളത്. ആൻഡ് എന്നോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലത് ഈ ഇട്ട എല്ലാ പോസ്റ്റുകളും, ഈ മൊമെന്റ് വരെ ഇട്ട എല്ലാ പോസ്റ്റുകളും ഓരോ പോസ്റ്റ് ഇടുമ്പോഴും അദ്ദേഹം ചോദിച്ചിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്തെന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത്. നോട്ട് ദ പോയിന്റ്. അത് തന്നെയാണ് എല്ലാ വിമർശകരോടും പറയാനുള്ളത്. നമ്മളെ കൺസേൺ ചെയ്ത് പറയുന്നവരും ഉണ്ട്. ആൻഡ് സെയിം ടൈം ഈ കമന്റ്സിൽ വന്ന് വളരെ മോശമായിട്ട് പറഞ്ഞിട്ട് പേഴ്സണൽ മെസ്സേജിൽ വന്ന് നമ്മളോട് നല്ല രീതിയിൽ ഫ്ലേർട്ട് ചെയ്ത് മെസ്സേജ് അയക്കുന്നവരുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് മനസ്സിലാക്കൊന്നുമില്ല. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും, സ്വാഭാവികമാണ്. ഞാൻ ഈ കമന്റുകളെ പാടെ കുറ്റം പറയും. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കും, നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് പബ്ലിക്കിന്റെ ഇടയിൽ വരുമ്പോൾ കുറെ പേര് പറയും ഇങ്ങനെ. ആ പറയുന്നവന്മാര് നല്ലവന്മാരെന്നല്ല പറയുന്നത്, അമ്മയും മംഗളം തിരിച്ചറിഞ്ഞു കൊടുത്തവന്മാരാണ് ഇങ്ങനെ വന്നിട്ട് ഓരോ പെമ്പിളായിട്ട് പറയുന്നത്. ഇവന്മാരെ വിചാരം ഒരു പെണ്ണ് കുറച്ച് ബോൾഡായിട്ട് ഹോട്ടായിട്ട് ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ അവള് പോക്ക് കേസ് എന്നാണ് ഇവന്മാരൊക്കെ വിചാരം. ആ തോട്ടിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പബ്ലിക്കിൽ എങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നത് അതിനുള്ള തിരിച്ചുള്ള സാധനമേ നമുക്ക് കിട്ടത്തുള്ളൂ. അത് വേറൊരു സത്യമാണ്, പരമാർത്ഥമായ ഒരു സത്യമാണ്. അത് നമ്മൾ സ്വയം ആദ്യം മനസ്സിലാക്കണം. കേട്ടു ആരാധ്യ. ഇനി ആരാധ്യയുടെ ലേറ്റസ്റ്റ് ആയിട്ട് പ്രൊമോഷൻ വന്നിട്ടുള്ള ഒരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. എന്ത് നല്ല സാരി! ആ സാരി കുറച്ചുകൂടിയൊക്കെ നേരായിട്ട് കൊടുത്തിരുന്നെങ്കിൽ എന്ത് നല്ല ഭംഗിയായിരിക്കും ആരാധ്യ കാണാൻ, അല്ലെ? അത് സ്വയം ഒന്ന് അറിഞ്ഞങ്ങ് ചെയ്താൽ പോരായിരുന്നു. അത് നമ്മളാദ്യം ഈ വേഷത്തിൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് കുറെ കുരുവൊട്ടിയന്മാര് കുറെ കൂടി കുരുവൊട്ടി എന്തെങ്കിലുമൊക്കെ പറയും. പറഞ്ഞതിന് ശേഷവും അവരെല്ലാവരും നെഗറ്റീവ് ആണെന്ന് പറയുന്നതിൽ തീർത്തും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ലടേ. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കാലം കടന്നു പോകുന്നത്. ആരാധ്യക്ക് സാരി ഉടുക്കാനാണ് ഏറ്റവും ഇഷ്ടം എന്നാണ് പറയുന്നത്. പക്ഷെ ഒട്ടും ഉടുക്കാൻ അറിഞ്ഞൂടാത്തതും സാരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നിയത്? ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം കേട്ടോ, ഉറപ്പായിട്ട്. ഇനി വേറെ ഒരെണ്ണം കൊടുക്കാം. ഞാൻ ഒന്നും പറയുന്നില്ലടേ. ഞാനിനി വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നായിപ്പോ.
എന്തിനാണ് ഞാൻ വെറുതെ വാ തുറക്കുന്നത്? നമ്മൾ ചുപ്പരമായിട്ടിരുന്നാൽ പോലെ. എന്തെല്ലാം പറഞ്ഞ സ്ത്രീത്വത്തെ അവമാനിച്ച് എന്തിനാടാ നാറി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും എന്റെ മുക്കിട്ട് ഇടിച്ചു കയറാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ വാ തുറക്കുന്നില്ല. നിങ്ങൾ എന്നെ നോക്കിയിട്ട് പറ. എനിക്കെന്തോന്ന് പറയാം? എനിക്കൊന്നും പറയാനില്ല. ഞാൻ തീർന്നു. ഞാൻ വിരമിച്ചു വിടാം. ഒന്നും പറയാനില്ല. എന്തായാലും ഈ ഗ്ലാമറസിലോട്ട് മാറിയതിനു ശേഷം ആരാധിക ഒരു ന്യായീകരണമാണ്. ആ ന്യായീകരണം നമുക്ക് കാണാം കേട്ടോ. മോട്ടന്തൻ ന്യായീകരണം, ഒന്നൊന്നര മോട്ടന്തൻ ന്യായീകരണം. കുറേ നെഗറ്റീവ് സൈഡും വരുന്നുണ്ട്. ആ നെഗറ്റീവ് വരാൻ കാരണം ആരാധ്യ ഒരു ഇന്റർവ്യൂ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടും ഈ സാരിയിൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നതും സെക്സി ആയിട്ട് തന്നെയാണ്. അപ്പൊ ഇത്തരം ആളുകളോട് എന്താണ് പറയാനായിട്ടുള്ളത്? എന്താ പറയേണ്ടതൊന്നും ഇല്ലാതെ എന്റെ കഥാപാത്രത്തിന് അത് വേണമെന്ന് എനിക്ക് തോന്നി. കാരണം ഈ ഒരു മൂവിയിൽ നമ്മള് ആ വ്യക്തിയുടെ ഒബ്സഷനെ കാണിക്കണമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഗ്ലാമർ നമുക്ക് ഈ മൂവിയിൽ വേണമായിരുന്നു. ആൻഡ് ഞാൻ ചെയ്ത എല്ലാം ഒരു കോണ്ടെക്സ്റ്റിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു വ്യക്തമായ ബോധ്യം അത് എന്റെ ക്യാരക്ടറിനെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കാണിക്കാനായിട്ട് വേണമായിരുന്നു എന്ന് എനിക്ക് ജെനുവിൻലി തോന്നി. ഞാനൊരു ഇന്റർവ്യൂവിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയുന്ന രീതിയും ഇപ്പൊ സംസാരിക്കുന്ന ഞാനും തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ആ ഒരു ടൈമിൽ വളരെ ഇമ്മച്ചുവർ ആയിരുന്നു. ഇപ്പോഴും ഞാൻ മെച്ചുവർ ആയിട്ടൊന്നും അല്ല പറയുന്നത്. നല്ലോണം ഡ്രസ്സ് കൊടുത്ത് നല്ല രീതിയിൽ സമൂഹത്തിൽ ഇറങ്ങി നടന്ന ഒരു സമയം ഈ ആരാധിക്കേണ്ടായിരുന്നു. അതായത് ആദ്യത്തെ ഇന്റർവ്യൂവിന്റെ ക്ലിപ്പ് ഞാൻ കൊടുത്ത സമയത്ത് അന്ന് ഞാൻ ഇൻമെച്യൂർ ആയിരുന്നത്. നല്ല ഒരു ഇതായിട്ട് നടന്ന സമയത്ത് ഞാൻ ഇൻമെച്യൂർ ആയിരുന്നത്. ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ മെച്യൂർ ആയിരുന്നു. ഇപ്പോഴും ഞാൻ മെച്യൂർ ആയെന്നല്ല, എന്നാലും നേരത്തേനേക്കാളൊക്കെ കുറച്ച് മെച്യൂർ ആയെന്നാണ് ആരാധിയോട് പറഞ്ഞു വയ്ക്കുന്നത്. എനിക്ക് ചിരിയാണിടേ വരുന്നത്. എന്തുവാടേ കാണിച്ചു കൂട്ടുന്നത്? ഏതോ റൂറൽ ഏരിയ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ബോൾഡായിട്ടുള്ള പരിപാടിക്കൊന്നും ഇല്ല. എങ്ങനെയാടാ പെട്ടെന്ന് ഈ രാംഗോ അണ്ണ മനം മാറ്റി എടുത്തതെന്നാണ് എനിക്ക് പിടികിട്ടാത്തത്. ഇത് പൊടികയാണ് അണ്ണ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അണ്ണനൊരു കാലൊക്കെ എടുത്ത് വെച്ച് മറ്റേ കോഴിക്കാല് ചൂപ്പുന്ന കണ്ടപ്പം കിട്ടാത്ത മുന്തിരി പൊളിക്കല്ലേ. സ്വാഭാവികം. ഇനി രാം വേണു അണ്ണനെ പറ്റിയിട്ട് കുറച്ച് സാധനങ്ങളെ ഒന്ന് കൊടുക്കാം. Can I ask you something? Yes. Can I hug you? Yes. I would love it. Yeah. Yeah. థ్యాంక్ యూ సార్. నేను ఇంకొక 10 days వరకు స్నానం చేయను. Thanks. మిమ్మల్ని హక్ చేసుకున్న ఫీల్ పోతుంది సార్ మళ్ళీ స్నానం చేస్తే. Wow, that's a great compliment. കുറച്ച് പൈസയും കയ്യിൽ വന്ന് 2 സിനിമ പിടിക്കാനുള്ള വകുപ്പുമായി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഡയറക്ടർ ആവാനും പറ്റിയിരുന്നെങ്കിൽ ഞാനും ഇതുപോലെ കായനല്ലേ. വേണോടെ യോഗം എന്ന് പറയാൻ ഇതൊക്കെ ഒരു ഭാഗ്യം. അണ്ണന്റെ വിളയാട്ടം നമുക്ക് വീണ്ടും കാണാം. അണ്ണൻ ജനിക്കുകയല്ല. ഇതൊക്കെയാണ് മക്കളെ ലൈഫ്. പൈസയും വേണം, സിനിമ പിടിക്കാനുള്ള വാടാ വണ്ടിയുള്ള ചെന്നൈയിലോട്ട്. ഇതൊക്കെയാണ് മക്കളെ ജീവിതം. തച്ചു വെച്ചോ. ഇനി അണ്ണന്റെ ഒരു പ്രൊമോഷൻ കാണാം. വാ, ഹാപ്പി ബർത്ത്ഡേ ടു മീ. അതായത് ആരാധ്യയുടെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു. ആരാധ്യയുടെ ബർത്ത്ഡേക്കാണ് അണ്ണൻ ജനിക്കുന്നത്. ബാർബി ഗേൾ. വാവ്. ഞാനൊന്നും പറയുന്നില്ലേ രാമനാരായണ. ഞാൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അമ്മാവനായി മാറും. രാം ഗവൽ അണ്ണനൊക്കെ വൈബാണ്, ഫുള്ള് വൈബാ. അതൊക്കെ ഒരു യോഗം അല്ലേ. അല്ലാതെ എന്ത് പറയാ. അണ്ണന്റെയൊക്കെ എവിടെയെങ്കിലും വരച്ച എന്റെയൊക്കെ എവിടെയെങ്കിലോട്ട് വരച്ചിരുന്നെങ്കിൽ ഞാനും ഒരു ഡയറക്ടർ ആയേനെ. വോട്ട് ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആരാധ്യ ചേച്ചി എടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കാൻ പഠിക്കണം. വേറെ ഒന്നുമല്ല, കുറച്ച് മാന്യമായിട്ടൊക്കെ ധരിക്കും. സാരി നല്ലൊരു ഡ്രസ്സാണ്. മലയാളികളുടെ ഏറ്റവും
ഹൈലൈറ്റ് സാധനമാണ് സാരി. ആ സാരിയെ ഇങ്ങനെ നശിപ്പിച്ച് നാറാണത്താക്കി കൊടുത്ത് ചുമ്മാ വൾഗാരിറ്റി നിറഞ്ഞ രീതിയിൽ ആക്കരുത്. ശരീരത്തിൽ മറച്ചു വെക്കേണ്ട ഭാഗങ്ങൾ മറച്ചു തന്നെ വെക്കണം. അല്ലാണ്ട് അത് നാട്ടുകാരെ കാണിച്ചുകൊണ്ട് നടക്കരുത്. പണ്ട് മറയ്ക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ സമരം ചെയ്താണ് ആ ഒരു അവസരം നേടിയെടുത്തത്. അത് ഇല്ലാണ്ടാക്കരുത് ദയവ് ചെയ്ത്. നിങ്ങൾ ഇനി മറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സമരം ഒന്നും ചെയ്യാൻ നിന്ന് കളയരുതേ. എനിക്കതാണ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ഇട്ടണം. ബൈ.